ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ട. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ സച്ചിയുടെ വീഡിയോ എടുത്തിട്ട് ആൻ്റണി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ വീഡിയോ ശരത്ത് രേവതിയെ കാണിച്ചിട്ട് അത് കണ്ടിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവാണ്. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ തന്നെ ശ്രുതിയും കൂടി കണ്ടിട്ട് അവർ വീട്ടിൽ എല്ലാവരും വിളിക്കുകയാണ്, അച്ഛ അമ്മ ഒന്ന് ഓടി വായോ എന്ന് പറയണം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ അവർ പറയണ ഒരു കാര്യമുണ്ട്, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ശ്രീകാന്തും വർഷിപ്പ് വന്നിട്ടുണ്ട് പറയണം. അപ്പം ഇന്ന് ശരി, അവരെ കൂടി വിളിക്കുക, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം. അങ്ങനെ ശ്രീകാന്തിനെയും വർഷേനെയും ശ്രീകാന്തേ വർഷയെ ഓടി വായോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും വർഷേനെയും വിളിക്കുകയാണ്. അവർ വന്ന സമയത്ത് ശ്രുതി പറയണം, നിങ്ങൾക്കൊക്കെ കൂടി ഞാനൊരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ശ്രുതിയുടെ മൊബൈൽ TV-യിൽ കണക്ട് ചെയ്തിട്ട് സച്ചി കുടിക്കുന്നത് ആൻ്റണി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള ആ വീഡിയോ സച്ചി ഒഴിച്ചു കൊടുക്കുന്നതും കുടിക്കുന്ന പോലെയുള്ള ഭാഗങ്ങൾ മുഴുവൻ ശ്രുതി കാണിക്കണം. എന്നിട്ട് ശ്രുതി പറഞ്ഞു, ഞാൻ പാർക്കിലിരുന്നത് ആർക്കും ഉപദ്രവമില്ലാണ്ടിരിക്കാനാണ്. ഇപ്പോൾ ഇവൻ ഇവിടെ കുടിച്ചിട്ട് ഇവൻ്റെ ഈ വീഡിയോ മുഴുവൻ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇനി ഇവൻ്റെ ലൈസൻസ് കട്ടാവും, ഇവനെ ആരും ഓട്ടം വിളിക്കില്ല, ഇവൻ്റെ കാര്യം കട്ടപ്പോക. ഇവൻ ഇത്രയും മുഴുവൻ കുടിയാനാണെങ്കിൽ ഇവന് ബാറിലിരുന്ന് കുടിച്ചാൽ പോരെ, ഇവൻ എന്തിനാണ് ഓട്ടം പോകാൻ നിൽക്കണത്, ഇവൻ അവിടെ ഇരുന്ന് മദ്യപിച്ചാൽ പോരെ വെച്ചിട്ട് ശ്രുതി ഇങ്ങനെ സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൻ്റെ ഷോക്കിലാണ് സച്ചിയുടെ അച്ഛൻ രവീന്ദ്രനും അമ്മയൊക്കെ. അപ്പോൾ അമ്മ പറയണു, നിങ്ങളല്ലേ പറയാറ് നിങ്ങളുടെ മോൻ നല്ലവനാണ്, അവൻ ഒരു തെറ്റും ചെയ്യില്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയില്ല, ഇപ്പം എന്തായി വളർത്തുദോഷം, അല്ലാതെ എന്താ പറയുക, അങ്ങനെയല്ലേ ആൾക്കാർ ഇത് കണ്ട് തന്നെ പറയുക, വളർത്തുദോഷം എന്നല്ലേ പറയുക, ഇത് കൂടുതൽ ഞാൻ എന്താ അനുഭവിക്കാനുള്ളത് എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി എണ്ണിപ്പെറുക്കി കരയാണ് ഇവിടെ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, രേവതി എവിടെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ വണ്ടിയും കൊണ്ട് പോയിണ്ടാവും, അവൻ വണ്ടി കൊണ്ട് ഇറങ്ങിയതിൻ്റെ പിന്നാലെ അവളുടെ സ്കൂട്ടി എടുത്ത് പോകില്ല, എവിടേക്കാണ് പോകണമെന്ന് ആർക്കറിയാം. അവൾ നല്ല ഭാര്യയാണെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെ ആവില്ലായിരുന്നു, അവനെ പറഞ്ഞു തിരുത്തേണ്ടത് അവളല്ലേ, അവളൊരു നല്ല ഭാര്യയല്ല, അത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവണമെന്നൊക്കെ ചന്ദ്രമതി പറയണം. അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്തിന് ഫോൺ വരികയാണ്. ശ്രീകാന്തിൻ്റെ ഏതോ പരിചയക്കാരാണ്. സച്ചിയുടെ കാര്യം ചോദിച്ചു നോക്കുമ്പോൾ അതെ എൻ്റെ ഏട്ടൻ തന്നെയാണ്, അത് അങ്ങനെ സംഭവിച്ചു പോയത് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയണം ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല, സച്ചിയേട്ടൻ കുടിച്ചാൽ വണ്ടി എടുക്കാറില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ വീട്ടിലെ ചർച്ച വിഷയം രവീന്ദ്രൻ മാറി നിന്നിട്ട് വിപരീ ചർച്ച ചെയ്യുന്ന സമയത്ത് ചന്ദ്രമതിക്ക് ഭാമയുടെ ഫോൺ വരുന്നു. ഇതൊക്കെ കേട്ടിട്ട് രവീന്ദ്രൻ മാറി നിന്ന് കരയാണ്. അത് കഴിഞ്ഞിട്ട് സച്ചിക്കൊരു വാടക വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡും വൈഫ്. അപ്പോൾ അവർ വാടക വിളിച്ചിട്ട് അവർ പോണ സമയത്ത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് സാർ വരിക, ഫംഗ്ഷനാണോ എന്താ ചോദിക്കുക. അപ്പോൾ ഫംഗ്ഷനാണ് പറയുക. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നോക്കുമ്പോൾ ഞങ്ങളവിടെ കൊണ്ടാക്കിയാൽ മതി, ഫംഗ്ഷൻ കഴിയുമ്പോൾ സമയം എടുക്കും പറയണം. അപ്പോൾ സച്ചി പറയാണ്, സാരമില്ല, ഫംഗ്ഷൻ കഴിയണവരെ ഞാൻ അവിടെ നിന്നോളാം, നിങ്ങൾക്ക് തിരിച്ച് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാവും, ഞാൻ അവിടെ നിന്നോളാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ശരി നന്ദി അനിയ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അയാളുടെ കസ്റ്റമറുടെ ഭാര്യ ഫോൺ തുറന്ന് നോക്കുമ്പോൾ സച്ചിയുടെ വീഡിയോ കാണണം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവൾ വീണ്ടും സച്ചിനെ വീഡിയോ നോക്കണം. അങ്ങനെ ഇവൾ ഈ വീഡിയോ ഇവളുടെ ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തിട്ട് അവർ നോക്കണ സമയത്ത് ഒന്ന് വണ്ടി നിർത്തിയേ പറയാണ് അയാൾ. അപ്പോൾ എന്താ സാർ ചോദിക്കുക, വണ്ടി നിർത്താനല്ലേ തന്നോട് പറയാണ്. അപ്പോൾ ശരി സാർ, എന്തെങ്കിലും മേടിക്കാനുണ്ടോ ചോദിക്കുക, തന്നോടല്ലേ വണ്ടി നിർത്താൻ പറയാണ്. എന്നിട്ട് സച്ചി വണ്ടി നിർത്തിയ സമയത്ത് അവർ വേഗം സച്ചിക്ക് പൈസ എടുത്ത് കൊടുത്തിട്ട് പറയണം, ഞങ്ങൾക്ക് ജീവന് പേടിയുണ്ട്, ഞങ്ങളുടെ ജീവൻ കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, തൻ്റെ വണ്ടിയിൽ നിന്നാൽ ചിലപ്പോൾ ഞങ്ങൾ പരലോകത്തേക്കാവും പോവുക, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ ഇറക്കിയാൽ മതി പറഞ്ഞിട്ട് സച്ചിക്ക് പൈസ കൊടുത്തിട്ട് അവർ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ സച്ചി വിചാരിക്കും, ഇത് എന്താ ഇപ്പോൾ ഇവരിങ്ങനെ എന്ന് വിചാരിക്കും. സച്ചി അങ്ങനെ വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് സച്ചി വണ്ടി എടുക്കുന്ന സമയത്ത് സച്ചിക്ക് വേറൊരു ഓട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ വിളിച്ചിട്ട് പറയണം, ഓട്ടം ക്യാൻസൽ ചെയ്ത് പറയാണ്. അപ്പോൾ അതെന്താ സാർ ക്യാൻസൽ ചെയ്ത്, സാറല്ലേ എന്നോട് വരാൻ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇനി ഓട്ടം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വയ്ക്കണം. അപ്പോൾ സച്ചി ഇതെന്താ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓട്ടം ക്യാൻസൽ ചെയ്യണു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോണു, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വർഷയുടെ അച്ഛനെ വിളിച്ചിട്ട് സച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇതിനിടയിൽ വർഷയുടെ അച്ഛൻ പുറത്ത് പോയിക്കും. അപ്പോൾ വർഷയുടെ അച്ഛനെ വിളിച്ചിട്ട് വർഷയുടെ അമ്മ പറയുന്നു, മധുവേട്ട ഞാൻ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുക പറയണം. ശരി കാണാൻ വേണ്ടി വീഡിയോ നോക്കുമ്പോൾ സച്ചിയുടെ ഈ വീഡിയോ ആണ് അയാൾ കാണും. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷവും. അപ്പോൾ അയാൾ പറയും, എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടിച്ചതിന് 100 ഇരട്ടി ശക്തിയിൽ ഞാൻ അവന് തിരിച്ചടി കൊടുക്കും, ഇത് അവന് അതിലും വലിയ നാണക്കേടാണ് ഈ വീഡിയോ, ഇത് ഞാൻ കറക്റ്റ് മുതലാക്കുന്നു പറഞ്ഞിട്ട് അയാൾ SP ഓഫീസിലേക്ക് വിളിച്ചിട്ട് SP സാറിനെ വിളിച്ചിട്ട് പറയുന്നത്, സാറ് കണ്ടില്ലേ വീഡിയോ, ഇങ്ങനെയുള്ളവനൊക്കെ എന്തിനാണ് സാർ ലൈസൻസ് കൊടുത്തേക്കുന്നത്, അതൊക്കെ റദ്ദ് ചെയ്യണം, ഇല്ലെങ്കിൽ ആൾക്കാർ സാറിന് കഴിവില്ലാത്തവനെന്ന് വിചാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളേനെ പിരികെറ്റിയിട്ട്
ലൈസൻസ് കട്ട് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അങ്ങനെ സച്ചി ഇങ്ങനെ മനസ്സിൽ ഇതൊക്കെ വിചാരിച്ചിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു കസ്റ്റമർ വിളിച്ചിട്ട് സച്ചി അപ്പോൾ സാറേ എവിടേക്കാണ് വരേണ്ടത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്താം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അയാൾ തിരിച്ചു വിളിച്ചിട്ട് പറയും ഓട്ടം ക്യാൻസൽ ചെയ്തു. അപ്പോൾ സച്ചി ഇത് എന്താ ഇപ്പോൾ എല്ലാവരും എന്നോട് ഓട്ടം ക്യാൻസൽ ചെയ്ത് പറഞ്ഞാൽ എന്താ ഇപ്പോൾ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് സച്ചി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ SP വിളിച്ചിട്ട് വർഷയുടെ അച്ഛൻ ഇത് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു. SP ട്രാഫിക് പോലീസിനെ വിളിച്ചിട്ട് ഇന്ന് 52-45 വണ്ടി വരുന്നുണ്ടാവും, അത് തടയണം. നിങ്ങളൊരു വീഡിയോ കണ്ടില്ലേ, അപ്പോൾ ആ വീഡിയോയിലുള്ളവനാണ് ആ വണ്ടിയിൽ വരുന്നത്, ആ വണ്ടി തടയണം, അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കുക, അവനെ അറസ്റ്റ് ചെയ്തേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ വരികയാണ്. ഇതൊന്നും അറിയാതെ സച്ചി വണ്ടി എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചി വണ്ടി എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാഫിക് SI ഇരിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി എത്തുമ്പോൾ വണ്ടി തടയാണ്, വണ്ടി നിർത്തിയിട്ട് പറയണം അവനോട്. അപ്പോൾ എന്താ സാർ ചോദിക്കുമ്പോൾ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സച്ചിയുടെ ലൈസൻസ് കട്ട് ചെയ്യൂ, സച്ചിയുടെ ജീവിതം ഇനി എന്താവും ഒന്നും അറിയില്ല. അതൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കഥ കേട്ട ഇഷ്ടമായ കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു.